നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ്റെ മരണം CBI അന്വേഷിക്കുന്നത് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന ആരോപണവുമായി പിതാവ് ജയപ്രകാശ് രംഗത്ത് വന്നിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയാണ് വീഴ്ച വരുത്തിയതെന്നും വീഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഹോസ്റ്റൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വരാറുണ്ടായിരുന്നെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നതായും പിതാവ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറ്റിച്ചെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നു. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത് മുഖ്യമന്ത്രി എന്ന നിലയിൽ CBI അന്വേഷണം ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് പറ്റിച്ചു. വീണ്ടും CBI അന്വേഷണത്തിനായുള്ള റിപ്പോർട്ട് ഡൽഹിക്ക് കൊടുക്കാനുള്ളത് കൊച്ചിക്ക് കൊടുത്തെന്നും പറഞ്ഞ് വീണ്ടും പറ്റിച്ചു. എന്നെ ഈ ആഭ്യന്തര മന്ത്രാലയം മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകനെ ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പെൺകുട്ടികൾക്കെതിരെ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ, വിട്ടുകളയാമെന്നാണ്. രാഷ്ട്രീയമായി സമ്മർദ്ദമുള്ളത് കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്. MM മണിയുടെ ചിറകിനടിയിൽ കിടക്കുന്ന അക്ഷയ്യെ തുറന്നുവിട്. എന്തിനാണ് അവനെ MM മണി സംരക്ഷിക്കുന്നത്? അവനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇതെല്ലാം ഉന്നയിച്ചുറപ്പായും ക്ലിഫ് ഹൗസിൽ പോകും. CBI അന്വേഷണം അട്ടിമറിക്കാനായി തട്ടിക്കുട്ടിയ ഒരു പേപ്പർ ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. ഞാൻ 20 ദിവസമായി കയറി ഇറങ്ങി നടന്നിട്ടും കിട്ടാത്ത ഒരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രഹസനം, പെട്ടെന്നൊരു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അന്വേഷണം, 3 പേരുടെ സസ്പെൻഷൻ. ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് ചുമ്മാതിരിക്കാമെന്ന് കരുതിയോ? അങ്ങനെ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വേണം. ഇത്രയും സെൻസേഷണലായ കേസിൻ്റെ പേപ്പർ എന്തുകൊണ്ട് അയച്ചില്ല എന്ന് അവരല്ലേ ചോദിക്കേണ്ടത്? ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരല്ലേ കുറ്റക്കാർ. അവർ കുറ്റക്കാരാകുമ്പോൾ ആഭ്യന്തരമന്ത്രിയല്ലേ കുറ്റക്കാരൻ? അവർക്കറിയില്ലേ ഇതിൽ ശക്തമായി ഇടപെടണമെന്ന്? എനിക്കാരോടും ചോദ്യം ഉന്നയിക്കാൻ ഒരു മടിയുമില്ല. ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യും. കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ, അക്ഷയ എന്നിവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ഡീനെതിരെ നടപടിയെടുക്കുകയും ചെയ്യാതിരുന്നാൽ ഉറപ്പായി ഞാൻ സമരം തുടങ്ങും. ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്. 8 മാസം എൻ്റെ മകനെ ഉപദ്രവിക്കുമ്പോൾ ഈ ആർഷോ ചേട്ടൻ അത് കണ്ട് രസിക്കുകയായിരുന്നില്ലേ? മാവോയിസ്റ്റുകൾക്ക് കിട്ടിയ അതേ ട്രെയിനിങ് ആണ് അവർക്കും കിട്ടിയത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ചില്ലാതാക്കാം എന്നുള്ള ട്രെയിനിങ്ങാ ഈ SFIക്കാർക്കും കിട്ടിയത്. അവരിതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ആഭ്യന്തര മന്ത്രാലയം ഉത്തരം പറയണം, അല്ലെങ്കിൽ ഞാൻ പ്രതിഷേധവുമായി ഇറങ്ങും എന്നാണ് സിദ്ധാർത്ഥൻ്റെ പിതാവ് പറയുന്നത്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച CBI അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതര വീഴ്ച മൂലമാണ്. CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം 9-ന് സർക്കാർ പുറപ്പെടുവിച്ചു. 16-ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി CBIക്ക് കത്ത് നൽകി. കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു. എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി CBI ഓഫീസാണ് കത്ത് പോയത്. തെറ്റിയയച്ച കത്തിനോടൊപ്പമാകട്ടെ നടപടിക്രമം അനുസരിച്ചുള്ള റിപ്പോർട്ട് നൽകിയിട്ടില്ല. വീഴ്ച പുറത്തു വന്ന് വിവാദമായതോടെ രേഖകൾ ഇമെയിൽ വഴി CBI കൈമാറി. രാത്രി പോലീസിൻ്റെ പ്രത്യേക സെൽ DYSP S ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു. വിജ്ഞാപനം വന്നു. 17-ാം ദിവസമാണ് നടപടികൾ. CBI അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന സിദ്ധാർത്ഥൻ്റെ കുടുംബം ആരോപിച്ചതിന് ശേഷം മാത്രം കേസ് അന്വേഷിക്കണോ എന്ന് CBI ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ കേസിൽ CBI പ്രാഥമിക വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു.